രണ്ട് രാജാക്കന്മാർ 23-ാം അധ്യായം. ജോസിയായുടെ നവീകരണം. രാജാവ് യൂദായിലെയും ജെറുസലേമിലെയും ശ്രേഷ്ഠന്മാരെ ആളയച്ചു വരുത്തി. അവൻ കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു. യൂദായിലെയും ജെറുസലേമിലെയും നിവാസികളും പുരോഹിതന്മാരും പ്രവാചകന്മാരും വലിയവരും ചെറിയവരുമായ എല്ലാ ആളുകളും അവനോടൊപ്പം ആലയത്തിൽ പ്രവേശിച്ചു. അവൻ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് കണ്ടുകിട്ടിയ ഉടമ്പടി ഗ്രന്ഥം എല്ലാവരും കേൾക്കെ വായിച്ചു. സ്തംഭത്തിനു സമീപം നിന്നുകൊണ്ട് ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുശാസനങ്ങളും പൂർണ്ണഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ പാലിച്ച് അവിടത്തെ പിന്തുടർന്നു കൊള്ളാമെന്ന് രാജാവ് കർത്താവുമായി ഉടമ്പടി ചെയ്തു. ജനവും ഉടമ്പടിയിൽ പങ്കുചേർന്നു. ബാലിനും അഷേരായ്ക്കും ആകാശഗോളങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കിയ പാത്രങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവരാൻ പ്രധാന പുരോഹിതനായ ഹിൽക്കിയായോടും സഹപുരോഹിതന്മാരോടും വാതിൽ കാവൽക്കാരോടും രാജാവ് ആജ്ഞാപിച്ചു. അവൻ അവ ജെറുസലേമിന് പുറത്ത് കിദ്രോൻ വയലുകളിൽ വെച്ച് ദഹിപ്പിച്ച് ചാരം ബഥേലിലേക്ക് കൊണ്ടുപോയി. യൂദായിലും ജെറുസലേമിനു ചുറ്റുമുള്ള നഗരങ്ങളിലെ പൂജാഗിരികളിലും ധൂപാർച്ചന നടത്താൻ യൂദാ രാജാക്കന്മാർ നിയമിച്ച വിഗ്രഹാരാധകരായ പുരോഹിതന്മാരെയും ബാലിനും സൂര്യചന്ദ്രന്മാർക്കും താരാഗണങ്ങൾക്കും ആകാശഗോളങ്ങൾക്കും ധൂപാർച്ചന നടത്തിയവരെയും അവൻ സ്ഥാനഭ്രഷ്ടരാക്കി. അവൻ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് അഷേരാ പ്രതിഷ്ഠ എടുത്ത് ജെറുസലേമിന് പുറത്ത് കിദ്രോൻ അരുവിക്കരികെ കൊണ്ടുവന്നു ദഹിപ്പിച്ച് ചാരമാക്കി പൊതുശ്മശാനത്തിൽ വിതറി. കർത്താവിൻ്റെ ആലയത്തിലെ ദേവപ്രീതിക്കായുള്ള പുരുഷവേശ്യാവൃത്തിക്കാരുടെ ഭവനങ്ങൾ അവൻ തകർത്തു. അവിടെയാണ് സ്ത്രീകൾ അഷേരായ്ക്ക് തോരണങ്ങൾ നെയ്തുണ്ടാക്കിയിരുന്നത്. അവൻ യൂദാ നഗരങ്ങളിൽ നിന്ന് പുരോഹിതന്മാരെ പുറത്തു കൊണ്ടുവരികയും അവർ ഗേബ മുതൽ ബെർശബ വരെ ധൂപാർച്ചന നടത്തിയിരുന്ന പൂജാഗിരികൾ മലിനമാക്കുകയും ചെയ്തു. നഗരാധിപനായ ജോഷ്വായുടെ പ്രവേശന കവാടത്തിൽ ഇടത്തുവശത്തുള്ള പൂജാഗിരികൾ അവൻ തകർത്തു. പൂജാഗിരികളിലെ പുരോഹിതന്മാർ ജെറുസലേമിലെ കർത്താവിൻ്റെ ബലിപീഠത്തിങ്കിലേക്ക് വന്നില്ല. അവർ പുളിപ്പില്ലാത്ത അപ്പം തങ്ങളുടെ സഹോദരന്മാരോടൊത്ത് ഭക്ഷിച്ചു. പുത്രിപുത്രന്മാരെ ആരും മോളക്കിന് ബലിയർപ്പിക്കാതിരിക്കാൻ അവൻ ബെൻഹിന്നോം താഴ്വരയിലുള്ള തോഫത്ത് മലിനമാക്കി. കർത്താവിൻ്റെ ആലയത്തിനടുത്ത് പള്ളിയറ വിചാരിപ്പുകാരനായ നാഥാൻ മെലേക്കിൻ്റെ വസതിക്കു സമീപം ദേവാലയ കവാടത്തിൽ യൂദാ രാജാക്കന്മാർ സൂര്യന് പ്രതിഷ്ഠിച്ചിരുന്ന അശ്വരൂപങ്ങൾ അവൻ നീക്കം ചെയ്ത് സൂര്യരഥങ്ങൾ അഗ്നിക്കിരയാക്കി. ആഹാസിൻ്റെ മേടയിൽ യൂദാ രാജാക്കന്മാർ നിർമ്മിച്ച ബലിപീഠങ്ങളും കർത്താവിൻ്റെ ആലയത്തിൻ്റെ 2 അങ്കണങ്ങളിൽ മനാസെ ഉണ്ടാക്കിയ ബലിപീഠങ്ങളും അവൻ തകർത്ത് ധൂളിയാക്കി കിദ്രോൻ അരുവിയിൽ ഒഴുക്കി. ഇസ്രായേൽ രാജാവായ സോളമൻ സീദോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ അസ്താർത്തേക്കും മൊവാബ്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ കെമോഷിനും അമ്മോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മിൽക്കോവിനും വേണ്ടി ജെറുസലേമിനു കിഴക്ക് നാശഗിരിയുടെ തെക്ക് സ്ഥാപിച്ചിരുന്ന പൂജാഗിരികൾ രാജാവ് മലിനമാക്കി. അവൻ സ്തംഭങ്ങൾ തകർക്കുകയും അഷേരാ പ്രതിഷ്ഠകൾ വെട്ടിവീഴ്ത്തുകയും അവ നിന്നിരുന്ന സ്ഥലങ്ങൾ മനുഷ്യാസ്ഥികൾ കൊണ്ട് മൂടുകയും ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നാബാത്തിൻ്റെ മകനായ ജെറോബോവാം ബഥേലിലെ പൂജാഗിരിയിൽ നിർമ്മിച്ച ബലിപീഠം ജോസിയ തകർത്തു. അഷേരാ പ്രതിഷ്ഠ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ അവിടെ മലയിൽ ശവകുടീരങ്ങൾ കണ്ടു. അവയിൽ നിന്ന് അസ്ഥികൾ എടുപ്പിച്ചു കൊണ്ടുവന്ന് ബലിപീഠത്തിൽ വെച്ച് കത്തിച്ച് അത് അശുദ്ധമാക്കി. കർത്താവ് ദൈവപുരുഷൻ വഴി അരുളി ചെയ്തത് അനുസരിച്ചാണ് ഇങ്ങനെ സംഭവിച്ചത്. രാജാവ് ചോദിച്ചു, ഈ സ്മാരകം എന്താണ്? നഗരവാസികൾ പ്രതിവചിച്ചു, നീ ബഥേലിലെ ബലിപീഠത്തിനെതിരെ ചെയ്ത കാര്യങ്ങൾ പ്രവചിച്ചിരുന്ന യൂദായിലെ ദൈവപുരുഷൻ്റെ ശവകുടീരമാണിത്. അവൻ പറഞ്ഞു, അത് അവിടെ ഇരിക്കട്ടെ, അവൻ്റെ അസ്ഥികൾ ആരും മാറ്റരുത്.
അങ്ങനെ സമരിയായിൽ നിന്ന് വന്ന പ്രവാചകന്റെ അസ്ഥികളെപ്പോലെ അതും അവർ സ്പർശിച്ചില്ല. കർത്താവിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് സമരിയ നഗരങ്ങളിൽ ഇസ്രായേൽ രാജാക്കന്മാർ നിർമ്മിച്ച പൂജാഗിരികളും ക്ഷേത്രങ്ങളും ജോസിയ നശിപ്പിച്ചു. അവൻ ബഥേലിൽ ചെയ്തതുപോലെ ഇവിടെയും ചെയ്തു. പൂജാഗിരികളിലെ പുരോഹിതന്മാരെ ബലിപീഠങ്ങളിൽ വച്ച് കൊല്ലുകയും മനുഷ്യാസ്ഥികൾ അവിടെ ദഹിപ്പിക്കുകയും ചെയ്തു. പിന്നെ അവൻ ജെറൂസലേമിലേക്ക് മടങ്ങിപ്പോയി. രാജാവ് ജനത്തോട് കൽപ്പിച്ചു, ഈ ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ പെസഹ ആചരിക്കണം. ഇസ്രായേലിൽ ന്യായപാലനം ചെയ്ത ന്യായാധിപന്മാരുടെയോ ഇസ്രായേലിലെയും യൂദായിലെയും രാജാക്കന്മാരുടെയോ കാലത്ത് പെസഹ ആചരിച്ചിരുന്നില്ല. എന്നാൽ ജോസിയ രാജാവിൻ്റെ 18-ാം ഭരണവർഷം ജെറുസലേമിൽ കർത്താവിന് പെസഹ ആചരിച്ചു. കൂടാതെ പുരോഹിതൻ ഹിൽക്കിയ കണ്ടെത്തിയ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നവ നടപ്പിലാക്കാൻ ജോസിയ യൂദായിലും ജെറുസലേമിലും ഉണ്ടായിരുന്ന ആഭിചാരക്കാരെയും ശകുനക്കാരെയും കുലവിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും മറ്റു മ്ലേച്ഛതകളെയും നിർമ്മാർജ്ജനം ചെയ്തു. മോശയുടെ നിയമങ്ങളനുസരിച്ച് പൂർണ്ണഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും കൂടെ കർത്താവിനെ പിൻചെന്ന മറ്റൊരു രാജാവ് മുൻപോ പിൻപോ ഉണ്ടായിട്ടില്ല. എങ്കിലും മനാസെ നിമിത്തം യൂദായ്ക്കെതിരെ ജ്വലിച്ച കർത്താവിൻ്റെ ഉഗ്രകോപം ശമിച്ചില്ല. അവിടുന്ന് അരുളി ചെയ്തു, ഇസ്രായേലിനെ പോലെ യൂദായെയും എൻ്റെ കൺമുൻപിൽ നിന്ന് ഞാൻ തൂത്തെറിയും. ഞാൻ തെരഞ്ഞെടുത്ത ജെറൂസലേമിനെയും എൻ്റെ നാമം ഇവിടെ ആയിരിക്കുമെന്ന് ഞാൻ അരുളി ചെയ്ത ആലയത്തെയും ഞാൻ നിർമ്മാർജ്ജനം ചെയ്യും. ജോസിയായുടെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അവൻ്റെ കാലത്ത് ഈജിപ്തിലെ ഫറവോ ആയ നെക്കോ യൂഫ്രട്ടീസ് നദിയുടെ സമീപത്ത് അസീറിയ രാജാവിൻ്റെ അടുത്തേക്ക് പോയി. ജോസിയ രാജാവ് അവനെ നേരിട്ടു. മെഗിദോയിൽ വെച്ച് നെക്കോ അവനെ യുദ്ധത്തിൽ നിഗ്രഹിച്ചു. സേവകന്മാർ മൃതശരീരം ഒരു രഥത്തിൽ മെഗിദോയിൽ നിന്ന് ജെറുസലേമിൽ കൊണ്ടുവന്ന് അവൻ്റെ കല്ലറയിൽ സംസ്കരിച്ചു. അനന്തരം ജനം ജോസിയായുടെ മകൻ യഹോവാഹാസിനെ രാജാവായി അഭിഷേകം ചെയ്തു. യഹോവാഹാസ് രാജാവ്. ഭരണമേൽക്കുമ്പോൾ യഹോവാഹാസിന് 23 വയസ്സായിരുന്നു. അവൻ ജെറൂസലേമിൽ 3 മാസം ഭരിച്ചു. ലിബ്നായിലെ ജെറമിയായുടെ പുത്രി ഹമുത്താൽ ആയിരുന്നു അവൻ്റെ മാതാവ്. പിതാക്കന്മാരെ പോലെ അവനും കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. അവൻ ജെറൂസലേമിൽ ഭരിക്കാതിരിക്കാൻ നെക്കോ അവനെ ഹമാത്തിലെ റിബ്ലായിൽ തടവിലാക്കി. 100 താലന്ത് വെള്ളിയും 1 താലന്ത് സ്വർണവും ദേശത്ത് നികുതി ചുമത്തി. ഫറവോ ആയ നെക്കോ ജോസിയായുടെ മകൻ എലിയാക്കിമിനെ രാജാവാക്കുകയും അവൻ്റെ പേര് യഹോയാക്കിം എന്നു മാറ്റുകയും ചെയ്തു. യഹോവാഹാസിനെ നെക്കോ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. അവൻ അവിടെ വെച്ച് മരിച്ചു. യഹോയാക്കിം രാജാവ്. യഹോയാക്കിം ദേശത്തു നിന്ന് പിരിച്ചെടുത്ത വെള്ളിയും സ്വർണവും ഫറവോയ്ക്ക് കപ്പമായി കൊടുത്തു. അതിനുവേണ്ടി ഓരോരുത്തരിലും നിന്ന് നിശ്ചിത തൂക്കം വെള്ളിയും സ്വർണവും പിരിച്ചെടുത്തു. ഭരണമേൽക്കുമ്പോൾ യഹോയാക്കിമിന് 25 വയസ്സായിരുന്നു. അവൻ ജെറൂസലേമിൽ 11 വർഷം ഭരിച്ചു. റൂമായിലെ പെദായായുടെ പുത്രി സെബീദ ആയിരുന്നു അവൻ്റെ അമ്മ. പിതാക്കന്മാരെ പോലെ അവനും കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. കർത്താവിൻ്റെ വചനം.